ഇന്ത്യക്കാരന്റെ വിസ നിർത്തിയോ? രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഭാഗികമായിട്ട് ശരിയാണെന്ന് പറയാം, ഭാഗികമായിട്ട് തെറ്റാണെന്ന് പറയാം. ആക്ച്വലി എന്താണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ 80% ഒരു പർട്ടിക്കുലർ നാഷണാലിറ്റിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരാളെ കൂടെ അക്കോമഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിസ റിജക്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, 80% ഒരു കമ്പനിയിൽ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇന്ത്യൻ എംപ്ലോയ്മെന്റ് വിസ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിജക്ഷൻ കിട്ടും. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിയിലുള്ള 20% കോട്ട എല്ലാ രാജ്യക്കാർക്കും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡൈവേഴ്സിഫൈഡ് ആകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു നിയമം ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ നാഷണാലിറ്റീസിനും അപ്ലിക്കബിൾ ആണ്. ഇനി നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ വറീഡ് എന്ന് പറയുന്നത്, വിസിറ്റ് വിസയിൽ വന്നവരും ജോലി നോക്കാൻ വരുന്നവരുടെയും പ്രശ്നം. അവർ വറീഡ് ആവേണ്ട കേസില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ